ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ നടത്തിയ ചില കള്ളത്തരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇന്ന് പറയാൻ പോകുന്നത് അതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ്. വേറൊന്നുമല്ല, അദ്ദേഹം കാരണം, അതായത് ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ കാരണം ജീവിതം തന്നെ കുട്ടിച്ചോറയ അല്ലെങ്കിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ച ഒരമ്മയുടെയും മകൻ്റെയും കഥ. വേറെ ആരുമല്ലത് നയൻ എന്ന ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയും അവരുടെ അമ്മയും. ഇവരെപ്പറ്റി 2021 ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ ഒരു വീഡിയോ ചെയ്തിരുന്നു, 123ാമത്തെ എപ്പിസോഡ്. എനിക്ക് തോന്നുന്നത് അതും മുതുകാടിൻ്റെ നിർദ്ദേശം വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. കാരണം അതിൻ്റെ കണ്ടൻറ്റ് മാജിക് പ്ലാനറ്റും അതേപോലെ മുതുകാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതുമാവട്ടെ, ആ വിഷയത്തിലേക്ക് അടക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 123ാമത്തെ എപ്പിസോഡ് ചില കാരണങ്ങൾ കൊണ്ട് നീക്കം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം അതിലേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പോയിട്ടുണ്ട്. ആ നീക്കം ചെയ്തു എന്ന് പറയുന്ന വീഡിയോ ഇപ്പോഴും എവിടെയുണ്ട്? ഫേസ്ബുക്കിലുണ്ട്. ഞാൻ ഒന്നും കൂടി ആ വീഡിയോയിൽ ആഴത്തിൽ പോയ സമയത്ത് മനസ്സിലായത് യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ നീക്കം ചെയ്തിട്ടില്ല, പക്ഷേ അവിടെ നിന്ന് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ നീക്കം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ചാനൽ ഇങ്ങനെ പോയി സ്ക്രോൾ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക് ഉണ്ട്. 123ാമത്തെ എപ്പിസോഡ് ഈ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് കാണുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ രീതിയിലാണ് കാണുന്നത്. അതായത് ഈ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്ന്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, വീഡിയോ അങ്ങനെ റിമൂവ് ചെയ്താലും പ്രൈവറ്റ് ആക്കി വെച്ചാലൊക്കെ എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ ആയാലും ഇത് തിരിച്ചറിയും. നമുക്കതിൻ്റെ ലിങ്ക് കിട്ടിയാൽ മതി. ഉദാഹരണം പറയാം, ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോൻ്റെ ലിങ്ക് നോക്കും. അതായത് അവിടെ ആദ്യം കാണിക്കുന്നത് ലിങ്കാണ്. ലിങ്കിലേക്ക് പോയ സമയത്ത് ആ വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം കാരണം റിമൂവ് ചെയ്തിട്ടുണ്ട്, സന്ദീപിൻ്റെ കോപ്പിറൈറ്റ് കാരണം. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, റിമൂവ് ചെയ്താലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചാലും പ്രൈവറ്റ് ആക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 123ാമത്തെ എപ്പിസോഡ് അവിടെ തന്നെ ഉണ്ട്, പ്രൈവറ്റ് ആക്കി വെച്ചു. അതായത് ഒരു ഓപ്ഷനാണ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലൊന്നാണ് അൺലിസ്റ്റഡ്, പ്രൈവറ്റ്, പബ്ലിക്, അങ്ങനെ 3-4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോഴും ആ വീഡിയോ 123ാമത്തെ എപ്പിസോഡായിട്ട് തന്നെ അദ്ദേഹത്തിന് വരുത്താൻ ഒരു പണിയില്ല. അതായത് അവിടെ പ്രൈവറ്റ് എന്നുള്ളത് പബ്ലിക് ആക്കിയാൽ മതി. പബ്ലിക് ആക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനെ കാണാം. എന്നാൽ അദ്ദേഹം പബ്ലിക് ആക്കൂല. ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ വീണ്ടും റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഡിലീറ്റ് ചെയ്താലും നമുക്കറിയും. ഏതുമാവട്ടെ, അവിടെ അദ്ദേഹം വലിയ കള്ളത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. 123ാമത്തെ എപ്പിസോഡ് ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ നീക്കം ചെയ്തു എന്ന്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം കള്ളത്തരം പറയുന്നതിന് ചില കാരണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ക്രൂരമുഖം നമുക്ക് മനസ്സിലാവുക. പ്രത്യേകിച്ച് നയൻ എന്ന കുട്ടിയുടെ അമ്മയെ പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും പേര് പറയുന്നില്ല. പക്ഷേ ഫ്ലവർ ചാനൽ നടത്തിയ പരിപാടിനെ പറ്റിയൊക്കെ കൃത്യമായ സൂചന നൽകുന്നുണ്ട്. ആ സൂചന കൊണ്ടാണ് ആൾക്കാരൊക്കെ പോയിട്ട് ഫ്ലവർ ചാനലിൽ ഈ വീഡിയോൻ്റെ താഴെ പോയിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ പറയുന്നത്. ഈ അമ്മ തന്നെ, അതായത് ഈ നയൻ എന്ന കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് 2 പേരാണ്, ബേപ്പൂർ സുൽത്താനും ട്രിക്ക് ബൈ ഫാസിൽ ബഷീറും. ഈ ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ എന്താ ചെയ്തിട്ടുള്ളത്? ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ കുറച്ച് ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അമ്മയോ മകനെ കാണിക്കുന്നില്ല, പകരം അവർ ചെയ്യുന്നത് തട്ടിപ്പാണെന്ന് വരുത്തി തീർക്കുന്നു. എങ്ങനെയാണ്? അതായത് ഫെസിലിറ്റേറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന തത്വം ഉപയോഗിച്ചിട്ടാണ് ടെലിപ്പതി എന്ന കാര്യം ഈ കുട്ടിക്ക് അറിയുന്നതെന്നാണ് അവിടെ അദ്ദേഹം പ്രസ്താവിക്കുന്നത്. അതിന് അദ്ദേഹം അമ്മയെയോ മകനെയോ ഒന്നും കാണിക്കുന്നില്ല, ടച്ച് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, ഒരു വീഡിയോൻ്റെ ഒരു കണ്ടന്റ് പോലും കാണിക്കുന്നില്ല, പറയുക മാത്രമാണ്. നിങ്ങൾ അവിടെ പോയി നോക്കൂ, ടച്ച് ചെയ്യുന്ന കാണാം എന്നുള്ള രീതിയിൽ സൂചന കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നയൻ്റെ അത്ഭുതമായിട്ട് പൊതുവെ പറയുന്നത്, അമ്മ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ഈ കുട്ടിക്ക് അറിയുന്നുള്ളതാണ്. അപ്പോൾ അവിടെ അമ്മ ടച്ച് ചെയ്യുന്നുണ്ട്, ആ ടച്ചിലൂടെ കുട്ടി അറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ കുറച്ച് ആഴത്തിൽ പോകേണ്ടതുണ്ട്. അതിൽ പ്രധാനമായി നോക്കേണ്ടത് ഈ പറയപ്പെടുന്ന ഒരു കാര്യം ടെലിപ്പതി എന്ന് പറയാം. നമുക്കിതിനെ പറയുകയാണെങ്കിൽ ടെലിപ്പതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ടെലിപ്പതി സൈക്കോളജിയിൽ പെട്ടതല്ല, പാരാസൈക്കോളജിയിൽ പെട്ടതാണ്. എന്താണ് പാരാസൈക്കോളജി എന്ന് ചുരുക്കി പറഞ്ഞാൽ അതീന്ദ്രിയമായ കാര്യങ്ങൾ പഠിക്കുന്ന ശാഖയാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ മേഖലയല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഇതിൽ അത്ര പ്രാഗൽഭ്യം ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ PG ഡെസർട്ടേഷനൊക്കെ ചെയ്തത് ടെലിപ്പതി ആണെങ്കിൽ പോലും നമുക്കത്ര പ്രാവണ്യമില്ലാത്തൊരു മേഖലയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനാണ് ഡോക്ടർ ജോർജ് മാത്യു സാർ. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് അവസാനം പറയാം. അല്ലാതെ ഈ സൈക്കാട്രിസ്റ്റിനൊന്നും ഒരിക്കലും ടെലിപ്പതി അറിയാനേ സാധ്യമല്ല. കാരണം അവർ കാര്യമായിട്ട് പഠിക്കുന്നുണ്ടാവല്ലോ. സൈക്കോളജിസ്റ്റുകൾ തന്നെ കാര്യമായിട്ട് പഠിക്കുന്നില്ല. അതല്ലാതെ മാജിക്കിൻ്റെ ആൾക്കാർ, മറ്റുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി കാര്യമായ വിവരം ഉണ്ടാവില്ല. ഇനി ഈ കുട്ടിയെ പറ്റിയുള്ള ആരോപണം, ഈ കുട്ടി ഫെസിലിറ്റേറ്റർ കമ്മ്യൂണിക്കേഷൻ, അതായത് ടച്ച് ചെയ്തിട്ടാണ് അറിയുന്നത്, അതുകൊണ്ട് തന്നെ അത്ഭുതമല്ല എന്നുള്ളത്. ഞാൻ അത്ഭുതമാണോ അല്ലെന്നൊന്നും പറയുന്നില്ല, അതെൻ്റെ മേഖലയല്ല. ഇതിനെപ്പറ്റി പഠിച്ചത്, ഈ ടെലിപ്പതി കുട്ടിക്ക് ഉണ്ടോ എന്ന് പഠിച്ചത് 10 അംഗ സമിതിയാണ്. ഈ വിദഗ്ധ സമിതിയിൽ സൈക്കാട്രിസ്റ്റ് ജിനേഷ് അടക്കമുള്ള ടീമും അതേപോലെ ചന്ദ്രസേനൻ മാജിക് പ്ലാനറ്റിൻ്റെ ഡയറക്ടറാണ്, മൂതുകാട് അടക്കമുള്ളവരാണ്. എനിക്ക് ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം, ഈ 10 പേർക്ക്, ഈ അന്വേഷിച്ചവർക്ക് അതിന് കൃത്യമായ യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരു വിഷയത്തിൽ യോഗ്യത ഉണ്ടാവണമെങ്കിൽ ആ വിഷയത്തെപ്പറ്റി നല്ലോണം അറിയണമല്ലോ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവർ പഠിച്ചിട്ടുണ്ടാവണം, ആ വിഷയത്തിൽ അവർക്ക് സർട്ടിഫിക്കേഷൻ അടക്കം കിട്ടിയിട്ടുണ്ടാവണം.
മുതുകാടിന് എന്താണ് യോഗ്യത ഉള്ളത്, ചന്ദ്രസേനന് എന്താണ് യോഗ്യത ഉള്ളത്, അതേപോലെ സൈക്കാട്രിസ്റ്റുകൾക്ക് ഇവർക്ക് എന്താണ് യോഗ്യത ഉള്ളത്, ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാൽ ഇവർ പഠിച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റർ, അതായത് ടച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ട്, അല്ലാത്ത സമയത്ത് കുട്ടിക്ക് അത് കിട്ടൂല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ വരുന്ന വീഡിയോ, ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ പ്രകാരം ടച്ച് ചെയ്യാണ്ട് തന്നെ പറയുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ഈ അമ്മ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ടച്ച് ചെയ്യാതെ തന്നെ പറയാമെന്നുള്ളത്. അപ്പോൾ ഏതോ ആവട്ടെ, ഇദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്, ജിനേഷ് എന്ന് പറഞ്ഞ സൈക്കാട്രിസ്റ്റ് വെല്ലുവിളിക്കുന്നുണ്ട്, 5 ലക്ഷം രൂപ നൽകാം. ഈ അമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് മോശമാവാത്ത രീതിയിൽ ഏത് വെല്ലുവിളി ഞാൻ സ്വീകരിക്കാം, കുട്ടിക്ക് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ന്യൂട്രലായ ടീം ഒരു വേദി തരാണെങ്കിൽ തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതോ ആവട്ടെ, ആ വിഷയത്തിൽ തർക്കത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നിലവിൽ എൻ്റെ ചോദ്യം എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നാണ്. മാത്രമല്ല, യോഗ്യതയുള്ള ഒരാൾ പുറത്തുണ്ട്, ഡോക്ടർ ജോർജ് മാത്യു സാർ. അദ്ദേഹം തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഇതിൽ കൂട്ടാമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഈ വിഷയത്തെ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഓടി നിങ്ങൾ കേൾക്കാം. ഈ മാനെന്ന് പറഞ്ഞ കുട്ടിയെ ഞാനും എൻ്റെ കുറെ ഓൾഡ് സ്റ്റുഡൻസും കൂടെ 3-4 പ്രാവശ്യം ഒബ്സർവ് ചെയ്തതാണ്. അത് വേണമെന്ന് പറയുന്ന മജീഷ്യൻ ഒരിക്കൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ വേറൊരു വലിയ മജീഷ്യൻ ഉണ്ടല്ലോ, മലയത്ത് KR മലയത്ത് സാറ് 2 പ്രാവശ്യം ഇവരെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും ഒരു ട്രിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ജന്മനാണെന്ന് വേണം നമ്മൾക്ക് അനുമാനിക്കാം. എക്സ്പെർട്ട് മജീഷ്യൻസ് വരെ ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടിക്ക് അങ്ങനെ കഴിവുണ്ട് എന്നാണ് അദ്ദേഹത്തിനും RK മലയത്ത് ഈ ഗോപിനാഥ് മുതുകാടിൻ്റെ ഗുരുവിനൊക്കെ മനസ്സിലായിട്ടുള്ളതെന്നാണ്. അപ്പോൾ തർക്കമുള്ളൊരു വിഷയം തന്നെയാണത്. അപ്പോൾ തർക്കമുള്ള വിഷയം ഇനിയും പഠനങ്ങൾ നടത്തണം. കാരണം ഈ കുട്ടിയെ മുമ്പ് അംഗീകരിച്ചിട്ടുണ്ടാര് ഈ ഗോപിനാഥ് മുതുകാട് അടക്കം. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, പ്രത്യേകിച്ച് മാജിക് പ്ലാനറ്റിൻ്റെ 2 പേരുടെ ഇടപെടൽ, ഈ ചന്ദ്രസേനനും അതേപോലെ ഗോപിനാഥ് മുതുകാടിൻ്റെ ഇടപെടൽ സംശയമുള്ള കാര്യമാണ്. ആ സംശയമുള്ള കാര്യത്തെ ഇദ്ദേഹം എന്താണ് വളരെ ഭംഗിയായിട്ട് അവർക്ക് വേണ്ടി, മുതുകാടിനും ചന്ദ്രസേനനും വേണ്ടിയിട്ട് ആര് അവതരിപ്പിക്കുന്നു, ഈ ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ അവതരിപ്പിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ അടച്ചു പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1994 APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇത് ക്യാൻസലാക്കി, നിർത്തലാക്കി, പ്രൊഹിബിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയില്ല. അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനൊരു യാതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു തെളിവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടെലിപ്പതിക്ക് ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. ടെലിപ്പതിക്ക് സയൻറ്റിഫിക്കലി കണ്ടെത്താൻ പറ്റൂല. സയൻസിൻ്റെ പരിധിക്കപ്പുറമാണ് ടെലിപ്പതി. സയൻസിൽ എങ്ങനെയാണ് ടെലിപ്പതി ബോധ്യപ്പെടുത്തുക? എങ്ങനെയാണ്? ഒരിക്കലും പറ്റൂല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അങ്ങനെ പറയും. മാത്രവുമല്ല, അവർ ഫെസിലിറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പ്രൊഹിബിറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അത് നിർത്തലാക്കിയെന്നോ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇല്ലാത്തൊരു കളവാണ് അവിടെ ആര് പറയുന്നത്? ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ പറയുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ദേശാഭിമാനിയിൽ വലിയൊരു എഴുത്തന്നെ എഴുതിയിട്ടുണ്ട് ഈ കുട്ടീനെയും അമ്മേനെ പറ്റി. അതിൽ ഇവർ ആഭിചാരം ചെയ്യുന്നവർ എന്നുള്ള രീതിയിലാണ് വരുത്തി തീർക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും മോശമായി കുട്ടിയെ അവർ ഉപദ്രവിച്ചു, അല്ല ആഭിചാരം ചെയ്തു എന്നതിന് എന്ത് തെളിവാണുള്ളത്? ടച്ച് ചെയ്തു, ഫെസിലിറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ബോധ്യപ്പെടുന്നു വിചാരിച്ചോ? അതുകൊണ്ട് തന്നെ ഈ അമ്മ അങ്ങനെ ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരമ്മ തൻ്റെ മകന് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളെ അറിയിക്കാനും എല്ലാവരും അറിയിക്കാനും അംഗീകാരം കിട്ടാൻ ശ്രമിക്കും. അത് സാധാരണമാണ്. അതിനപ്പുറം ഈ അമ്മ ക്രൂരത ചെയ്തു എന്ന് വരുത്തി തീർക്കണമെങ്കിൽ അതിന് തെളിവാണ്. നിങ്ങൾ ഈ ചന്ദ്രസേന അടക്കമുള്ളവർ ചില ഒളിയമ്പുകൾ ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരം കുട്ടികളെ ശക്തമായി ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നയൻ്റെ അമ്മ നയൻ എന്ന കുട്ടിയെ അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇനി ഉണ്ട് എന്ന് തന്നെ വെക്കട്ടെ, നിങ്ങൾ പറയാണ് കുട്ടിയെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്, ക്രൂരമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഈ അമ്മയെ പറ്റി നിങ്ങൾ ഒരു അന്വേഷണം നടത്താത്തത്? മാത്രമല്ല, അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല? ഇപ്പോൾ ഈ വിഷയം, അതായത് ഇങ്ങനെ പഠനം നടത്തി പിന്നെ ആ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, നയന്ന കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല, ആ കുട്ടിയുടെ പിന്നാലെ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. ഒരു ആരോപണം നെയ്യുകയാണ്. ഈ ആരോപണത്തിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? അതായത് ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ഒരാൾ ഭിന്നശേഷി മേഖലയിൽ ഒരു ഭയങ്കര ഹൈപ്പുള്ള ഒരാളായി മാറ്റണം. മാത്രമല്ല, എന്ത് കണ്ടെത്തലുണ്ടെങ്കിലും എന്ത് തെളിവുണ്ടെങ്കിലും ഭിന്നശേഷിയിൽ എന്തൊരു കാര്യം അവസാന വാക്ക് പറയേണ്ടത് ഗോപിനാഥ് മുതുകാട് ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ വരുന്നവർക്ക് മാത്രമേ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റൂ എന്നല്ലേ? പ്രത്യേകിച്ച് 7 സിഡ്രോൾ അത്ഭുത സിദ്ധിയെ പറ്റി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ നോക്കിയാൽ മതി, ടച്ച് ചെയ്യുന്നുണ്ട്, കൂടെ ഇരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നയൻ്റെ അമ്മ ഇരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഗോപിനാഥ് മുതുകാട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. അദ്ദേഹത്തിന് ഇങ്ങനെ വണ്ടർ കിഡ് എന്ന് പറയാൻ അധികാരമുണ്ടല്ലോ. എന്നാൽ മറ്റൊരു കുട്ടിക്ക് ഇത് ഇല്ല എന്ന് പറയുന്നത് എന്ത് മോശമാണ്? മാത്രവുമല്ല, നിങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വലിയ പ്രഗത്ഭരായ ആൾക്കാരുണ്ടാവും, പക്ഷേ അവർക്ക് ഈ വിഷയത്തിൽ ടെലിപ്പതി വിഷയത്തിൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് എന്ത് തെളിവാണുള്ളത്? അത് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇവരൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? എവിടെ നിന്നാണ് ടെലിപ്പതി പഠിച്ചിട്ടുള്ളത്? ഒരു പഠിച്ചതിന് തെളിവ് നിങ്ങൾ ആദ്യം കാണിക്കുക. എന്നിട്ട് നിങ്ങൾ പറ നിങ്ങൾ വിദഗ്ധരാണ്, നിങ്ങളത് കണ്ടെത്തി ശരിയാണെന്ന്. മാത്രവുമല്ല, ഈ ഫെസിലിറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ വളച്ചൊടിക്കാൻ എന്താണ് അർഹത? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
ട്രിക്ക് ബൈ ഫാസിൽ ബഷീറിന് തന്നെ പിന്നീട് ബോധ്യപ്പെട്ടു ഞാൻ ചെയ്തത് മോശത്തരമാണ്, കള്ളത്തരമാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെണ്ടിത്തരമാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ല ആ വീഡിയോ റിമൂവ് ചെയ്തത്, അല്ലെങ്കിൽ നീക്കം ചെയ്തത്, പ്രൈവറ്റ് ആക്കിയത്. റിമൂവ് ചെയ്തിട്ടില്ല, പ്രൈവറ്റ് ആക്കിയത്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അത് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് പറ, വിശദീകരിക്ക്, ഓരോന്നും വിശദീകരിക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഈ രീതിയിൽ ഇടപെട്ടത് ഇന്നതായതുകൊണ്ടാണ്, ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇനി വിശദീകരിക്ക്. പറ്റുമോ നോക്ക്. ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ നിനക്ക് പറ്റൂല അത്. കാരണം നീ ആരെ പണിയാളായിട്ട്, ഗോപിനാഥ് മുതുകാടിൻ്റെ പണിയാളായിട്ട് നീ വന്ന ആളാണ്. അന്നേ തന്നെ ഗുരുവിന് വേണ്ടി നീ പണിയെടുത്തിട്ടുണ്ട്. ഇന്നല്ല, 2-3 വർഷം മുമ്പ് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്നും ഈ ലോകത്തുണ്ട് ഒരുപാട് പേര്. ഇതൊരു കേസാണ്. നീ ഇടപെട്ട എത്ര കേസിൽ എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഒരു സംശയമില്ല. നിൻ്റെ ഓരോ നീക്കങ്ങളും ഇനി പഠിച്ചേ തീരും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നയൻ്റെ അമ്മക്ക്, അതായത് ആ കുട്ടിക്ക്, നയൻ എന്ന കുട്ടിക്ക് നീതി കിട്ടണം. നീതി കിട്ടണമെങ്കിൽ ഇത് പൊതുജനങ്ങൾ മുമ്പിൽ ചർച്ചയാവണം. ഒന്നും കൂടി ഇത്ര നല്ല വിദഗ്ധ സമിതിക്ക് മുമ്പിൽ, ഡോക്ടർ ജോർജ് മാത്യു സാർ അടക്കം അംഗീകരിച്ച വിദഗ്ധ സമിതിക്ക് മുമ്പിൽ നിങ്ങൾ തെളിയിക്കണം ഈ തെറ്റാണെന്ന്. അല്ലാത്ത കാലത്തോളം നിങ്ങളെ ഭാഗത്താണ് ഇപ്പോൾ തെറ്റായിട്ട് കാണുക. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ചില ആൾക്കാർ, അശീൽ പോലെയുള്ള ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സത്യമാണെന്ന് നടത്തില്ല. അശീലിനൊക്കെ ഇതിൽ എന്ത് യോഗ്യതയാണുള്ളത്? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ വിദഗ്ധമായ അന്വേഷണം, പഠനവും നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ട്രിക്ക് ബൈ ഫാസിൽ ബഷീറിനോട് നിങ്ങൾ നിഷ്പക്ഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ നിഷ്പക്ഷത്തിൻ്റെ ഒരു മുഖം മൂടി അണിയരുത്. നിങ്ങൾ ആരുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തോ, അത് ഞങ്ങൾക്ക് എളുപ്പമായി. കാരണം നിങ്ങളുടെ കള്ളത്തരങ്ങൾ എളുപ്പത്തിൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതുമാവട്ടെ, ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. കാരണം ഈ വിഷയം ഒരിക്കലും തീരുന്ന വിഷയമല്ല. ഇതിൻ്റെ ഏതറ്റം വരെ പോയിട്ടേ നമ്മൾ നിർത്തൂ. ഏതായാലും വീണ്ടും കാണാം. നന്ദി.